അന്വേഷണത്തിന് ഉത്തരവിട്ടതാണ്, നോട്ടിഫിക്കേഷൻ ഉണ്ട്. അത് എന്ന് കഴിഞ്ഞപ്പോൾ CBIയുടെ ചെന്നൈ ഓഫീസിൽ നിന്നൊരു കത്ത്, ഞങ്ങൾക്കിവിടെ വളരെ തിരക്കുള്ള കുറേ ഇതുകളുള്ളതുകൊണ്ട് ഈ സമയത്ത് അന്വേഷണം ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു കത്ത്. ആരയപ്പിച്ചതാണെന്നൊന്നും അറിയില്ല. മോഹന് ഇതിൽ കണക്ട് ചെയ്യാവുന്ന തെളിവുകളുണ്ടെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. കാരണം അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞും എഴുതിയും കൊടുത്തിട്ടുള്ളതാണ്. ആ കാര്യത്തെ സംബന്ധിച്ച് ആ രീതിയിൽ കോടതി പരിഗണിച്ചിട്ടില്ല എന്നേ ഇപ്പോൾ ഞാൻ പറയുള്ളൂ. ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്നുള്ള കാര്യം തർക്കമല്ല. പക്ഷേ 14 കൊല്ലം കഴിഞ്ഞാലുള്ള റിമിഷനുള്ള അവകാശം ഇല്ല. സർക്കാരിന് തന്നെ അത് കൊടുക്കണമെങ്കിൽ മൊത്തം 20 വർഷം ഇവർ തടവ് അനുഭവിച്ചേ പറ്റൂ. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സാക്ഷികളെ കണ്ട് മൊഴി രേഖപ്പെടുത്തി ഇവർ കുറ്റം ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് പ്രതിയാക്കിയതുകൊണ്ട് കാര്യമില്ലല്ലോ. അവർ കോടതിയിൽ വരുന്ന നേരത്ത് അത് തെളിയിക്കണ്ടേ? തെളിയണമെങ്കിൽ അവർ മൊഴി പറയണ്ടേ? അവർ പറഞ്ഞു ഏത് രാഗേഷ് ഞാനറിയില്ല, എനിക്കേതായാലും നഷ്ടപ്പെട്ടു. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം ഇത് ഹീനമായുള്ള കൃത്യമാണ്, അതിനനുസരിച്ചുള്ള ശിക്ഷ അവർക്ക്, അത് ജീവനെടുക്കുക എന്നുള്ളതിൽ കുറഞ്ഞ് എന്തെങ്കിലും വലിയ ശിക്ഷയുണ്ടോ അത് കൊടുത്താൽ ഞാൻ സംതൃപ്തയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ മഹത്തായുള്ള കാര്യം തന്നെയാണ്. ഈ കേസിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി പൊതുസമൂഹം കണ്ടത് അന്നത്തെ പ്രോസിക്യൂട്ടറായിരുന്ന CK ശ്രീധരൻ CPMൻ്റെ ഭാഗത്തേക്ക് ചാടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ്, അദ്ദേഹം പൂർണ്ണമായും മറുകണ്ഠം ചാടി എന്നാണ് പൊതുവെ മാധ്യമങ്ങൾ പറഞ്ഞത്. സ്വാഭാവികമായും CK ശ്രീധരനെ പോലെയുള്ള ഒരു പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു നിയമജ്ഞൻ പ്രതിഭാഗത്തിൻ്റെ കൂടെ ചേരുന്ന സമയത്ത് ഒരു പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഈ കേസിനെ തുടർന്ന് കൊണ്ടുപോകുന്നതിൽ എന്ത് പ്രതിസന്ധിയാണ് നേരിട്ടത്? വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു വഞ്ചനയൊക്കെ ആയിട്ട് സാധാരണ വിലയിരുത്താം. അതൊക്കെ നിങ്ങളെങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ചോളൂ. അതിനെപ്പറ്റി ഞാനൊരു അഭിപ്രായം പറയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രോസിക്യൂട്ടറായിരുന്നു, അദ്ദേഹത്തിന് പാർട്ടി മാറാം, അയാൾ കോൺഗ്രസിൻ്റെ നേതാവൊക്കെ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിൽക്കാലത്ത് ഹൈക്കോടതിയിൽ അപ്പീൽ ബോധിപ്പിച്ചത് അദ്ദേഹമാണ്. അങ്ങനെ അതിൻ്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, കോടതിയിൽ പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അപേക്ഷ കൊടുത്ത് എനിക്കറിയാം. എനിക്കും അതിൻ്റെ ഒരു കോപ്പിയൊക്കെ തന്ന് എന്നോട് പറയുകയും ചെയ്തെന്ന്, എനിക്ക് വയ്യ എന്ന് പറഞ്ഞിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ നമുക്കതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞാണ് അദ്ദേഹം CPM ആയി എന്നൊക്കെ പറഞ്ഞു കേട്ടത്. അതിൻ്റെയും പറഞ്ഞു കേട്ടതല്ലാണ്ട് നമ്മളടുത്ത് വിവരമൊന്നുമില്ലല്ലോ. ഇനി ആണെങ്കിൽ ആയിക്കോട്ടെ, അതിനെന്താ, എല്ലാവർക്കും അതിനുള്ളൊരു ഇതൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അതുകൊണ്ട് ഈ കേസിൽ അപ്പീലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു എന്ന് എനിക്ക് യാതൊരു അഭിപ്രായമില്ല, ഒരഭിപ്രായമില്ല. കാരണം കോടതിയിൽ, വിചാരണ കോടതിയിൽ എന്തൊക്കെ തെളിവുകളാണോ വന്നിട്ടുള്ളത് ആ തെളിവും സാഹചര്യവും ഒന്നുകൂടി A മുതൽ Z വരെ പരിശോധിക്കുകയാണ് അപ്പീൽ കോടതി ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് നോക്കുകയല്ല. കാരണം ഈ അപ്പീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപ്രീസിയേഷൻ ഓഫ് എവിഡൻസ്, കീഴ്ക്കോടതിയിൽ എന്ത് തെളിവുകൾ കൊണ്ടുവന്നോ അത് വീണ്ടും പുനഃപരിശോധിച്ച് ഇതാണ്. അല്ലാതെ ഈ ഭാഗം നോക്കി ശരിയായില്ല എന്ന് മാത്രം പറയലല്ല, മൊത്തം നോക്കുക. TP കേസിലെ പ്രതികൾ, പ്രത്യേകിച്ച് കുടിസിനി അടക്കമുള്ള മുഖ്യ പ്രതികൾ, കൊലപാതകം നടത്തിയിട്ടുള്ള ആളുകൾ ഒട്ടേറെ പ്രിവിലേജുകൾ അനുഭവിച്ച ആളുകളാണ്. KC രാമചന്ദ്രൻ അടക്കം. ഈ ഗവൺമെൻറ് അധികാരം ഏറ്റതിനു ശേഷം അവർക്ക് ന്യായമായും അന്യായമായും എല്ലാം പരോൾ അനുവദിച്ചു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായി ഇങ്ങനെ പ്രിവിലേജ് അനുഭവിച്ച ആളുകൾക്ക് എതിരായി ഹൈക്കോടതിയിൽ ഒരു വിചാരണ നടക്കുന്ന സമയത്ത് പ്രോസിക്യൂഷൻ എന്നുള്ള നിലയിൽ നിങ്ങൾ നേരിട്ട പ്രതിസന്ധി എന്താണ്? അങ്ങനെ കേസ് നടത്തുന്നതിൽ പ്രതിസന്ധി ഉണ്ടാവുകയല്ല ചെയ്തത്. അവർക്ക് പരോളുകളൊക്കെ അനുവദിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് നമ്മളൊരു പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയുക എന്നല്ലാതെ ശിക്ഷയെ സംബന്ധിച്ചോ കുറ്റത്തെ സംബന്ധിച്ചോ ഒരു അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റൻസ് ആയിട്ട് അത് കാണിക്കാൻ വേണ്ടി പറ്റില്ല. അത് പല കാര്യങ്ങൾ പറയുന്ന നേരത്ത് ഇവരോടൊക്കെയുള്ള ഒരു സ്നേഹവും പിന്നെ ഒരു അതൊക്കെ ഉണ്ടല്ലോ, അത് ഭരണകൂടത്തിനുണ്ടാകുന്ന. കാരണം ചന്ദ്രശേഖരനെ വധിച്ചിട്ടുള്ള അതിൻ്റെ പിന്നിലുള്ള പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നുള്ളത് അതിന് പ്രത്യേകിച്ചൊരു വിവരമൊന്നും ആരും പറഞ്ഞു കൊടുക്കണ്ട. ആ ഗവൺമെൻറ്
കൈയയച്ച സംഭാവനകൾ ഇവർക്ക് വേണ്ടി ചെയ്യുന്നു, ഒരുപാട് ഇളവുകൾ ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചു കൊടുത്ത് ഇവർക്കൊക്കെ ഒരു താല്പര്യമുണ്ട് അക്കാര്യത്തിൽ നിന്ന് മാത്രമേ സൂചിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ പരോൾ അനുവദിക്കുന്ന അതിനൊക്കെ നിയമമുണ്ട്. ഇവർക്ക് ലീവ്, പരോൾ നമ്മൾ പറഞ്ഞാൽ ലീവാണ്, അത് സ്പെഷ്യൽ ലീവുണ്ട്, ഇന്ന സാഹചര്യത്തിലുള്ള ലീവുണ്ട്, പിന്നെ ജയിൽ സൂപ്രണ്ടിന് പ്രത്യേകം അനുഭവിക്കാവുന്ന ലീവുണ്ട്. ഇതെല്ലാം കൂടി ഇതാക്കി കഴിഞ്ഞിട്ട് അവർക്ക് പരമാവധി ഇത് കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് ഇവിടെ ഈ അപ്പീലൊന്നും ചോദ്യം ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. അല്ല, ഇത് ചോദിക്കാൻ കാരണമെന്താന്ന് പറഞ്ഞാൽ അത്യപൂർവമായൊരു വിധിയാണ് ഉണ്ടായത്. നേരത്തെ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം കൊടുത്തു എന്ന് മാത്രമല്ല, അവർക്ക് 20 വർഷത്തേക്ക് ഇതിൽ ഇളവ് അനുവദിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശവും കൂടി കോടതിയുടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇവർ അനർഹമായി പരോൾ അനുവദിക്കപ്പെട്ടു, മാത്രമല്ല ആ കാലത്ത് ക്രിമിനൽ ആക്ടിവിറ്റീസ് പങ്കാളികളായി എന്നും പറയുന്നുണ്ടല്ലോ. അല്ല, അത് ഉണ്ട്. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണല്ലോ. അതായത് പരോൾ അനുവദിച്ചതിൻ്റെ പേരിലല്ല, അവരുടെ സ്വഭാവത്തെ സംബന്ധിച്ച് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ എല്ലാം കൂടി വെച്ചുകൊണ്ടാണ് കൂടുതൽ ശിക്ഷ അവർക്ക് കൊടുക്കണമെന്ന് കോടതി നിഗമനത്തിലെത്തിയിട്ടുള്ളത്. ഇരട്ട ജീവപര്യന്തം എന്ന് പറയാൻ കാരണം ഈ പ്രതികൾ 1 മുതൽ 7 വരെയുള്ള ആളുകളിൽ 6-ാം പ്രതി ഒഴികെ, 6-ാം പ്രതി ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്നുള്ളൊരു കേസ് തെളിയിച്ചിട്ടില്ല. ബാക്കിയുള്ളവർ ഉള്ളൂ എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ കേസ് കീഴ്ക്കോടതിയിൽ. അവർ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് എന്ന് വിചാരണ കോടതി കണ്ടിരുന്നില്ല. അവർ 7 പേരും കൊലപാതകത്തിൽ പങ്കാളികളാണെന്നാണ് കണ്ടത്. അവർക്ക് കൊടുത്ത ശിക്ഷയും കൊലപാതകത്തിന് മാത്രമുള്ള 302 പ്രകാരമുള്ള, പിന്നെ 148, 149 വകുപ്പൊക്കെ പ്രകാരമുള്ള ശിക്ഷയാണ് കൊടുത്തത്. പക്ഷേ ഈ കോടതി, അപ്പീൽ കോടതി ഒരു കാര്യവും കൂടി കണ്ടെത്തി. ഉള്ളതിൽ നിന്ന് കണ്ടെത്തിയ പുതുതായി കൊണ്ടുവന്ന തെളിവില്ല. അവിടെ ഒരു പുതിയ തെളിവും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അതെന്താന്ന് പറഞ്ഞാൽ ഈ ആളുകൾ എല്ലാം തന്നെ ഈ ഗൂഢാലോചനക്കാരായ പാർട്ടി നേതാക്കന്മാരോടൊപ്പം ആ ഗൂഢാലോചനയിൽ പല ഘട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ചന്ദ്രശേഖരനെ വധിക്കുക എന്നുള്ള ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഈ പ്രതികളൊക്കെ 1 മുതൽ 5-ഉം 7-ഉം പ്രതികൾ പങ്കുചേർന്നിട്ടുണ്ട് എന്നുള്ള തെളിവ് കൂടി കോടതി ഇതിൽ നിന്ന് ചകഞ്ഞെടുത്ത് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് 120(120)B പ്രകാരമുള്ള ശിക്ഷയും കൂടി കൊടുത്തത്. അതിപ്പോൾ പുതുതായിട്ട് കൊടുത്തതാ, അതെ, ഹൈക്കോടതി കൊടുത്തതാണ്. അതാണ് ഇരട്ട ജീവപര്യന്തം എന്ന് പറഞ്ഞത്. പിന്നെ വളരെ ഹീനമായിട്ടുള്ള കൃത്യമാണ് നടത്തിയിട്ടുള്ളത്. ആ കൊലപാതകത്തിൻ്റെ പ്രത്യേകത അത് തന്നെ. ഇപ്പോൾ വിധി പ്രസ്താവിച്ചിട്ടുള്ള കോടതി അക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വാദവും പ്രോസിക്യൂഷൻ്റെ വാദവും അത് തന്നെയായിരുന്നു. ഇത് സാധാരണ ഒരു കൊലപാതകമല്ല. നമ്മുടെ രാജ്യത്ത് ഒരു ഭിന്നാഭിപ്രായം രേഖപ്പെടുത്താനുള്ള നമ്മുടെ ഫണ്ടമെൻ്റലായിട്ടുള്ള അവകാശമുണ്ട്. ആ അവകാശം ഉപയോഗിച്ചതിനുള്ള ശിക്ഷയാണ് ചന്ദ്രശേഖരന് കിട്ടിയിട്ടുള്ളത്. ഇത് അപകടമാണ്. ഇങ്ങനെ പോയാൽ ഇവിടെ ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി എന്ന് പറയുന്ന ഒരു മൊണാർക്കി ഉണ്ടാകും. നമ്മുടെ രാജ്യം മൊണാർക്സല്ല ഭരിക്കുന്നത്. ഇവിടെ നമുക്ക് ജനാധിപത്യം നമ്മൾ അംഗീകരിച്ചതാണ്. ആ ജനാധിപത്യം കാത്തു സൂക്ഷിക്കാൻ നമുക്കൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിലെ ഓരോ വ്യക്തിക്കും സ്വന്തമായ അഭിപ്രായം പറയാനുള്ള അവസരമുണ്ട്. ഭിന്നാഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യത്തിന് ഒരു അർത്ഥമില്ലാതാകും. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് വളരെ അപൂർവമായുള്ള കേസാണ് എന്ന് പറയാൻ കാരണം. പക്ഷേ വധശിക്ഷ കൊടുക്കുന്നതിനുള്ള സുപ്രീം കോടതിയൊക്കെ പറഞ്ഞ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസ് എന്ന രീതിയിലേക്ക് കോടതി അതിനെ എടുത്തില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്. വധശിക്ഷ കൊടുത്തിട്ടില്ലെങ്കിലും അതുകൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത്, എന്താണോ സമൂഹത്തിന് കിട്ടേണ്ടത്, ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലെ പരാതിക്കാരൻ്റെ ഉദ്ദേശമല്ല, സമൂഹം എന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനോട് തുല്യമായ രീതിയിലുള്ള ശിക്ഷ ഇവർക്ക് കൊടുക്കണമെന്ന് കോടതി തീരുമാനിച്ചു. അതുകൊണ്ട് കോടതി ഒരു ഒന്നാന്തരം ബാലൻസിങ് ആ കാര്യത്തിൽ നടത്തിയെന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ വധശിക്ഷ കൊടുക്കേണ്ടതായിരുന്നു, നിയമപ്രകാരവും തെളിവ് പ്രകാരവും കൊടുക്കേണ്ടതാണ്. പക്ഷേ ആ വധശിക്ഷ കൊടുക്കാതെ കണ്ട് ഈ പ്രതികൾ ജീവപര്യന്തം ശിക്ഷ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയാമല്ലോ. ജീവിത അവസാനം വരെയാണ്
നമ്മുടെ നിയമത്തിൽ പറഞ്ഞുള്ള ജീവപര്യന്തവും അപ്പുറത്ത് തൂക്കുകയറുമാണ്, ഡെത്ത് പെനാൽറ്റിയാണ്. അതെ. ഈ ജീവപര്യന്തത്തിന് നമ്മുടെ നാട്ടിലുള്ള മറ്റ് നിയമങ്ങളനുസരിച്ച് സർക്കാരിനുള്ള അവകാശവും അധികാരവും ഒക്കെ പരിഗണിച്ച് അതൊക്കെ കൂടി കൊടുത്തു കഴിഞ്ഞാൽ 14 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഇവനെ വേണമെങ്കിൽ പുറത്തു വിടാം. 14 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് റിമിഷൻ കൊടുക്കാം, കമ്മ്യൂട്ട് വേറെ ഇത് ശിക്ഷകളുടെ കമ്മ്യൂട്ട് ചെയ്യാം. ഇതെല്ലാം കൂടി ആയിട്ട് അങ്ങനെയാണ് നമ്മുടെ ജീവപര്യന്തം ശിക്ഷ എന്ന് പറഞ്ഞാൽ 14 കൊല്ലമാണെന്ന് ജനത്തിനാകെ ഒരു ബോധ്യമുണ്ട്. അതെ. ആ 14 കൊല്ലം കഴിഞ്ഞാൽ അവൻ പുറത്തിറങ്ങുമെന്ന വെക്കും. അങ്ങനെ ആയിക്കൂടാ എന്ന് കോടതിക്ക് നിർബന്ധമുണ്ട്. കാരണം അതിനും അത്ര ലളിതമല്ല ഇവരുടെ ചെയ്തികൾ. അപ്പോൾ അതിനുള്ള ശിക്ഷ കടുത്തതായിരിക്കണം. എന്നാലോ അവരെ തൂക്കുകയർ കൊടുക്കുകയും ചെയ്യരുത്. ഇത് രണ്ടിനുമിടയിൽ സമൂഹത്തിന് ബോധ്യപ്പെടുന്ന തരത്തിൽ ഇതിന് തുല്യമായിട്ടുള്ള അർഹിക്കുന്ന തരത്തിലുള്ള ഒരു ശിക്ഷ കൊടുക്കുക. അതുകൊണ്ടാണ് ഈ ജീവപര്യന്തം എന്നുള്ളതിനുള്ള ഒരു വിശദീകരണം ഈ കോടതി കൊടുത്തിരിക്കുന്നത്. ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്നുള്ള കാര്യം തർക്കമല്ല. പക്ഷേ 14 കൊല്ലം കഴിഞ്ഞാലുള്ള റിമിഷനുള്ള അവകാശം ഇല്ല. അത് ഉപയോഗിക്കണമെങ്കിൽ സർക്കാരിന് തന്നെ അത് കൊടുക്കണമെങ്കിൽ മൊത്തം 20 വർഷം ഇവർ തടവ് അനുഭവിച്ചേ പറ്റൂ. ഇതിൽ സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം, പരോൾ എന്ന് പറയുന്നത് ഒരു പ്രതിക്ക് പിന്നെ ഭരണകൂടം അതേപോലെ തന്നെ ഈ ജയിൽ സൂപ്രണ്ടിൻ്റെ ഒക്കെ തന്നെ ഇവരുടെ പെരുമാറ്റത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ പറ്റുന്ന അവരുടെ ഒരു അവകാശവും കൂടി ആണോ എന്നുള്ളതാണ്. അപ്പം പിന്നെ അങ്ങനെ പരോള് പിന്നെ നിഷേധിക്കുന്ന സമയത്ത് ഹൈക്കോടതി തന്നെ അങ്ങനെ പരോള് കൊടുക്കാൻ പാടില്ല എന്ന് നിഷേധിക്കുന്ന സമയത്ത് തീർച്ചയായും അത് പിന്നെ സുപ്രീം കോടതിയിലൊക്കെ ചോദ്യം ചെയ്യപ്പെടില്ല. ഹൈക്കോടതി പരോള് കൊടുക്കരുതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ആരാ പറഞ്ഞ അങ്ങനെ? അതൊരു തെറ്റിദ്ധാരണയാണ്. പരോളെന്ന് പറയുന്നത് വേറൊരു ജയിൽ നിയമപ്രകാരമുള്ള ഒരു കാര്യമാണ്. ഈ IPC പ്രകാരമുള്ളതല്ല. അതൊരു കുറ്റവാളി ശിക്ഷ അനുഭവിക്കുന്ന ആൾക്കുള്ളൊരു അവകാശമാണ്. അതെ. ഇപ്പോൾ ഒരാൾ ശിക്ഷിക്കപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ട് ഇതിൽ കിടക്കുക, അയാളുടെ വീട്ടിൽ അയാൾ അച്ഛൻ മരിക്കുന്നു, അല്ലെ അമ്മ മരിക്കുന്നു, ആരെങ്കിലും സ്വന്തക്കാർ അത്ര ഡിയറായിട്ടുള്ള ആളുകൾ മരിക്കുന്നു, അതുപോലുള്ള മറ്റെന്തൊരാവശ്യം വരുന്നു. ഒരു മനുഷ്യത്വപരമായ സമീപനം വേണ്ടേ? അയാൾക്ക് അവിടെ പോകാനും കാണാനും പിന്നെ അന്ത്യകർമ്മങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്ക് പോകാൻ പാടില്ല, എനിക്ക് പരോൾ തരാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അത് പറയാൻ പ്രോസിക്യൂട്ടർ തയ്യാറല്ല. പരോള് അനുവദിക്കുന്ന വേറൊരു കാര്യമാണ്. അവർ പോകട്ടെ, പരോൾ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ ദിവസത്തേക്കല്ലേ പരോൾ അനുവദിക്കുള്ളൂ. അത് പോകട്ടെ, അവർ അനുവദിച്ച് വരട്ടെ. അവർ അവിടെ ഇരുന്നിട്ട് മൂക്കൊണ്ട് നിലത്ത് ഇക്ഷ വരയ്ക്കണം എന്നല്ല പ്രോസിക്യൂഷൻ പറയേണ്ടത്. അങ്ങനെ പറയില്ല, ഈ കേസിലും പറയില്ല. ഇവിടെ കോടതി ഇവർ കുറ്റക്കാരാണെന്ന് വിധിക്കുമോ ഇല്ലയോ അതാ വിഷയം. വിധിച്ചിരിക്കുന്നു, പ്രോസിക്യൂഷൻ അക്കാര്യത്തിൽ ജയിച്ചു. പിന്നെ എന്ത് ശിക്ഷ കൊടുക്കണം അതും കോടതി ഇപ്പോൾ നമുക്കിവിടെ ഇരുന്നിട്ട് ഇവനെ കൊന്നു തന്നെ മതിയാകുമെന്ന് വേണമെങ്കിൽ നാട്ടുകാർക്കും എല്ലാവർക്കും പറയാം. പ്രോസിക്യൂഷൻ വാദിച്ചതും അതിനു വേണ്ടി തന്നെയാണ്, അവർക്ക് കൊലക്കയർ വേണമെന്നുള്ള. പക്ഷേ അത് രണ്ടും കയ്യിലെടുത്ത് തൂക്കി നോക്കി ഏതിനാണ് കൂടുതൽ സ്വീകാര്യത, ഏതാണ് കൂടുതൽ അപ്രോപ്രിയേറ്റ് എന്ന് കോടതി പരിഗണിച്ചിട്ടാണ് ഈ ശിക്ഷ കൊടുക്കുന്നത്. ആ ശിക്ഷ കൊടുക്കുന്നതിനിടയിൽ ഇവനെ അങ്ങോട്ട് പോകരുതെന്ന് പറയുന്നതെന്ന് ഒരു കാര്യമില്ല. കോടതി അത് പറയുകയില്ല, പ്രോസിക്യൂഷൻ ഒട്ടും പറയില്ല. കാരണം പ്രോസിക്യൂഷൻ ഈ പറഞ്ഞ മാതിരി ആരെങ്കിലും കൊന്നിട്ട് ഇതിന് പകരം വീട്ടി ആ ചോര കൊണ്ട് കുറി തൊടണമെന്ന് പറയുന്ന പ്രോസിക്യൂഷനെ അല്ല. ഈ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളിൽ പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ മാധ്യമങ്ങളോട് പറഞ്ഞതും KK രമ മാധ്യമങ്ങളോട് പറഞ്ഞതിലും കോൺട്രഡിക്ഷൻ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷയാണ് ഹൈക്കോടതി നൽകണം എന്ന് ആവശ്യപ്പെടുന്നത്. പരമാവധി ശിക്ഷ ഇവർക്ക് നൽകണം എന്ന്. പരമാവധി ശിക്ഷ മീൻസ് അത് പിന്നെ പൂർണ്ണമായി വധശിക്ഷ തന്നെ ആണ് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ KK രമ പറയുന്നത് വധശിക്ഷ വേണ്ട, പരമാവധി ശിക്ഷ എന്ന് പറയുന്ന സമയത്ത് വധശിക്ഷ എന്ന് ഞങ്ങൾ പറയുന്നില്ല. ലോകവ്യാപകമായി വധശിക്ഷക്കെതിരായിട്ടൊരു മൂവ്മെൻറ്റ് ഉയർന്നു വരുന്ന സമയത്ത് വധശിക്ഷ വേണം എന്ന് ഇന്നത്തെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ പറയുന്നത് തെറ്റായ ഒരു നിലപാടല്ലേ? അത് പിന്നെ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക, രമയും പ്രോസിക്യൂഷനും ഒന്നല്ല, രണ്ടും രണ്ടാണ്. രമ ഒരു വ്യക്തിയാണ്,
ഇതിൽ പിന്നെ വേദന അനുഭവിക്കുന്ന, നഷ്ടം അനുഭവിക്കുന്ന ചന്ദ്രശേഖരൻ്റെ വിധവ എന്നുള്ള നിലയ്ക്ക് വിക്ടിം എന്ന് നമുക്ക് പറയാം. അവരുടെ കാര്യം ഒന്ന് വേറെ. പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റാണ്, പരാതിക്കാരൻ സ്റ്റേറ്റാണ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സർക്കാർ എന്നുള്ള അർത്ഥമല്ല, അതൊരു അമൂർത്തമായിട്ടുള്ള സങ്കല്പമാണ് സ്റ്റേറ്റ്. ആ സ്റ്റേറ്റ് ഉത്തരവാദിത്തപ്പെടുത്തിയാണ് എന്നെ. ഓരോ ക്രൈമും നടക്കുമ്പോൾ അതിൽ ആ ക്രൈം പിന്നെ ആഘാതം ഏറ്റുവാങ്ങുന്നത് സ്റ്റേറ്റാണ്. അതുകൊണ്ടാണ് സ്റ്റേറ്റ് കംപ്ലൈനൻ്റ് ആയിട്ട് ആ കേസ് നടത്തുന്നത്, അറിയാമോ? ക്രിമിനൽ കേസുകളിലൊക്കെ സ്റ്റേറ്റാണ് പരാതിക്കാരൻ. മറ്റ് അടി കൊണ്ടവനോ കുത്തുകൊണ്ടവനോ നഷ്ടം സംഭവിച്ചവനോ അതിലെ പ്രധാന സാക്ഷിയായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ശരിക്കുള്ള നിയമത്തിലെ പരാതിക്കാരൻ സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റ് പിന്നെ ശിക്ഷയെപ്പറ്റി പറയുന്ന നേരത്ത് ഇന്നിന്ന കാരണങ്ങളാൽ ഇന്ന ശിക്ഷയാണ് ഇവർക്ക് കൊടുക്കേണ്ടത്, അവരർഹിക്കുന്നു, അത് കൊടുക്കണം. അത് കൊടുക്കണമെന്ന് പറയാൻ ഇന്ന ന്യായങ്ങളുണ്ട്. അത് നിരത്തലാണ് പ്രോസിക്യൂഷൻ്റെ ചുമതല. പ്രോസിക്യൂഷൻ അപ്പീലിൽ പറഞ്ഞിട്ടുള്ളതും വധശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ്. അത് വാദം പറഞ്ഞ് നിർത്തിയപ്പോഴും നത്തിങ് ഷോർട്ട് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിർത്തിയിട്ടുള്ളത്. ഒരു കോൺട്രഡിക്ഷനും ഒരവകാശം. രമക്ക് വേണമെങ്കിൽ പറയാം ഞാൻ ഇവർക്ക് മാപ്പ് കൊടുത്തു എന്ന് പറയാം. രമ മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷൻ ഇത് പോയിക്കോട്ടെ എന്ന് പറയില്ല. പ്രോസിക്യൂഷൻ ഉത്തരവാദിത്വമുണ്ട്. അത് രമയോടുള്ള പോലെ തന്നെ നിങ്ങളോടുമുണ്ട്, ഈ സമൂഹത്തോടുമുണ്ട്. അതിന് നീതി നടപ്പാക്കി എന്ന് മാത്രം പോരാ, നീതി നടപ്പാക്കി എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം എന്നുള്ള ആ ഒരു വലിയ തത്വം ഉണ്ടല്ലോ. അതിനനുസരിച്ച് കാര്യം നടക്കണം എന്ന് തന്നെയാണ് സ്റ്റേറ്റിന് പറയാനുള്ളത്. രമക്ക് അങ്ങനെ പറയാം. രമ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ മഹത്തായ കാര്യം തന്നെയാണ്. അതൊരു തർക്കമില്ല കാര്യത്തിൽ. കാരണം ഇവരെ ജീവനെടുത്തുകൊണ്ടുള്ള പ്രതികാരമല്ല ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പിന്നിൽ വലിയൊരു മനസ്സുണ്ട്. കാരണം ഇത് എനിക്കേതായാലും നഷ്ടപ്പെട്ടു, പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം ഇത് ഹീനമായുള്ള കൃത്യമാണ്. അതിനനുസരിച്ചുള്ള ശിക്ഷ അവർക്ക്, അത് ജീവനെടുക്കുക എന്നുള്ളതിൽ കുറഞ്ഞ് എന്തെങ്കിലും വലിയ ശിക്ഷയുണ്ടോ അത് കൊടുത്താൽ ഞാൻ സംതൃപ്തയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ മഹത്തായുള്ള കാര്യം തന്നെയാണ്. അത് തർക്കമില്ല. ഈ കേസിൽ തന്നെ ഇതിൻ്റെ ഒരു തുടക്കത്തിൽ പ്രത്യേകിച്ച് ചന്ദ്രശേഖരൻ്റെ വധം നടപ്പാക്കിയതിന് ശേഷം പ്രതികൾ പോയി ഒളിവിൽ താമസിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒളിവിൽ ഇവർക്ക് താമസിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അതിൽ കാറിൽ കയറ്റി കൊണ്ടുപോവുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ആക്ടിവിറ്റീസിൽ പങ്കുകൊണ്ട CPM നേതാക്കന്മാരുണ്ട്. പ്രത്യേകിച്ച് KK രാഗേഷ്, അതേപോലെ തന്നെ കാരായി രാജൻ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം ഒരു ഘട്ടത്തിൽ ഈ കേസിൻ്റെ മുഖ്യ ആസൂത്രകന്മാരെ ഒക്കെ വന്നതാണ്. പക്ഷെ പിന്നീട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇതിൽ നിന്ന് പതിയെ ഒഴിവാക്കപ്പെടുകയാണ് ചെയ്തത്. അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് ആരും അങ്ങനെ ഒഴിവാക്കിയതല്ല. ഇവർ മുഖ്യ സൂത്രധാരന്മാരെന്നുള്ളത് പുറത്തുള്ളൊരു സംസാരമാണ്. ഇവരൊക്കെ ഹാർബറേഴ്സാണ് എന്ന് പറഞ്ഞാൽ ഈ ഒളിവിൽ പാർപ്പിക്കാൻ സഹായിച്ചു എന്നുള്ള ചാർജാണ് ഈ നിങ്ങൾ പേര് പറഞ്ഞിട്ടുള്ള ആളുകൾക്കൊക്കെ ചാർത്തി കൊടുത്തുള്ളത്. അതിനുള്ള തെളിവാണ് കൊണ്ടുവന്നുള്ളത്. അപ്പോൾ എനിക്ക് അത് സത്യമാണെന്നോ മറ്റാണെന്നോ പറയാൻ പറ്റില്ല. ഓരോ സ്ഥലത്തും അത് ഈ കുഞ്ഞനന്ദൻ പ്രത്യേകിച്ചും സഞ്ചരിച്ചിട്ടുള്ള ഒരു ദിവസം തന്നെ 3-4 വീടുകളിൽ നിന്ന് മാറി താമസിച്ച് അങ്ങനെ അദ്ദേഹത്തെ സംരക്ഷിച്ച് ഒടുവിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ട് കോടതിയിൽ ഹാജരാവുക ചെയ്ത്. അപ്പോൾ അങ്ങനെയുള്ള ഒളിവിൽ പാർപ്പിച്ചിട്ടുള്ളതിനുള്ള കുറ്റമാണ് അവർക്കൊക്കെ എതിരായിട്ട് വന്നിട്ടുള്ളത്. അതിനുള്ള സാക്ഷികളൊക്കെ കൂറുമാറി എന്താ ചെയ്യുക? ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സാക്ഷികളെ കണ്ട് മൊഴി രേഖപ്പെടുത്തി ഇവർ കുറ്റം ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് പ്രതിയാക്കിയതുകൊണ്ട് കാര്യമില്ലല്ലോ. അവർ കോടതിയിൽ വരുന്ന നേരത്ത് അത് തെളിയിക്കണ്ടേ? തെളിയണമെങ്കിൽ അവർ മൊഴി പറയണ്ടേ? അത് പറഞ്ഞ് ഏത് രാഗേഷ് ഞാനറിയില്ല, എനിക്ക് അയാളെ അറിയേയില്ല, അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. പിന്നെ ഒപ്പിടിച്ചു, ചിലർ മാസ്റ്റർ ഒപ്പിടിച്ചിട്ടുണ്ട്. ആ മാസ്റ്ററിൻ്റെ ഒക്കെ തമാശ എന്താണെന്നറിയോ? എല്ലാവരും വെള്ള പേപ്പറിലാണ് ഒപ്പിടുന്നത്, ഒന്നും എഴുതാത്ത പേപ്പറിൽ. അതിലേറ്റവും തമാശയായിട്ട് ഒരു ഫോൺ ഹാജരാക്കിയിട്ടുള്ള എടുത്തുള്ളതിൽ 2 സാക്ഷികളുണ്ട്. ഒരുത്തൻ പറഞ്ഞു ഞാൻ ഇതിൽ ഒപ്പെൻ്റെതാണ്, പക്ഷേ ഞാൻ ഒപ്പിട്ടത് ഒന്നും എഴുതാത്ത കടലാസിലാണ്.
സ്വാഭാവികം, അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം. അതെ. അടുത്ത സാക്ഷി വിളിച്ചു. ആ സാക്ഷിയും പറഞ്ഞു ഒപ്പെൻ്റെ തന്നെയാണ്, പക്ഷേ ഇതിനകത്ത് ഞാനൊരു വെള്ള കടലാസിലാണ് ഒപ്പിട്ട്, ഒന്നും എഴുതാത്ത കടലാസിൽ. അതെങ്ങനെയാണ് സാധിക്കുക? 2 പേർക്ക് ഒരേ വെള്ള കടലാസിനകത്ത് ഒന്നും എഴുതാത്തതിനകത്ത് ഒപ്പിടാൻ പറ്റുമോ? ഏതെങ്കിലും ഒരാൾ വെള്ള കടലാസിൽ ഒപ്പിട്ടു എന്ന് പറയാം, രണ്ടാമത്തവൻ ആ ഒപ്പിട്ട കടലാസിലല്ലേ ഒപ്പിടാൻ പറ്റും. ഈ മാതിരി തമാശകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കാണിച്ചും കൊടുത്തിട്ടുണ്ട്. പക്ഷേ പോസിറ്റീവ് തെളിവല്ലല്ലോ, ഇല്ല എന്നല്ലേ പറഞ്ഞത്. അതൊന്നും അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല. എന്തായാലും ആ കള്ളത്തരം ഇങ്ങനെയൊക്കെയാണ് സാക്ഷികളെ മാറ്റി കൊണ്ടുവരുന്നത് എന്ന്. ഇപ്പം ഈ കേസ് UDFും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചേർന്ന് കെട്ടിപ്പൊക്കിയ കേസാണ് എന്നാണ് CPM ഇപ്പോഴും പറയുന്നത്. അവരിതൊരു രാഷ്ട്രീയ കൊലപാതകമായിട്ട് അംഗീകരിക്കുന്നേയില്ല. ഒരു പ്രോസിക്യൂഷൻ കാര്യം കൈകാര്യം ചെയ്ത ഒരാൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്താണ് അക്കാര്യത്തിൽ പറയാനുള്ളത്? ഇതിലെങ്ങനെയാ ഇല്ലാത്തൊരു കാര്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണന് എങ്ങനെയാണ് കെട്ടിപ്പൊക്കാൻ വേണ്ടി പറ്റുക? അദ്ദേഹം ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് പോലീസുകാരോട് നിങ്ങൾ സത്യസന്ധമായി അന്വേഷിച്ചോളിൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിനപ്പുറം ഒന്നും ഇതിനകത്ത് പ്രത്യേകമായി ചെയ്തതായിട്ട് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ തെളിവുകൾ വന്നിട്ടുള്ളതാണ്. ഈ തെളിവുകളിലേക്കൊക്കെ എത്തുന്നത് പ്രതികളിൽ നിന്ന് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാം. അത് കേസ് അന്വേഷണം നടത്തുന്ന ആളുകൾക്കറിയാം. പിന്നെ കേസ് തേച്ചുമാച്ച് കളയാൻ വേണ്ടിയിട്ട് ആ ഗവൺമെൻറ്റോ ആഭ്യന്തരമന്ത്രിയോ തയ്യാറായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇത്രയും പാടുപെട്ട് പോയി. അപ്പോൾ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുകയും അവരെ പിന്തിരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ ഇവിടെ CPMൻ്റെ ഭാഗത്തുണ്ടായി എന്നുള്ളത് നേരിട്ടറിയാവുന്ന ആളാണ് ഞാൻ. പക്ഷേ അവർ ആ ഭീഷണിയൊക്കെ അതിജീവിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിലൊന്നും തന്നെ ഇല്ലാത്ത കാര്യങ്ങളല്ല. പക്ഷെ അതിന് തെളിയിക്കാൻ വരുന്ന നേരത്ത് തെളിവ് കൊടുക്കേണ്ട ആളുകളൊക്കെ തന്നെ കൂറുമാറ്റി ആ തെളിവില്ലാണ്ടാക്കി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ ഒഴിഞ്ഞു പോയിട്ടുള്ളത്. അല്ലാതെ വേറൊരു ദോഷമില്ല. ഇപ്പം നിങ്ങൾ മോഹൻ്റെ പൂക്കട വിവാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മോഹനെ ശിക്ഷിച്ചില്ല, ഹൈക്കോടതി ശിക്ഷിച്ചില്ല. തീർച്ചയായും നിങ്ങൾ മോഹനെതിരായിട്ട് അപ്പീൽ പോകും എന്ന് രമ പരസ്യമായി മാധ്യമങ്ങളോട് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഹൈക്കോടതിയിൽ വളരെ ദുർബലമായിട്ടുള്ള കാര്യമാണ് ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചതെന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയിൽ പിന്നെ ഈ അപ്പീൽ പോകുന്നതിൽ വല്ല കാര്യമുണ്ടോ? അല്ല, അപ്പീൽ കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് സുപ്രീം കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. ദുർബലമാണ് എന്ന് പറഞ്ഞുള്ളിടത്തല്ലേ ഇവിടെ വന്നിട്ട് ഹൈക്കോടതിയിൽ രണ്ടാളുകൾക്ക് ജീവപര്യന്തം ശിക്ഷ കൊടുത്തത്. നിങ്ങളെ കൃഷ്ണനും ജ്യോതി ബാബുവൊക്കെ നാട്ടിൽ ഉണ്ടില്ലേ കള്ളക്കേസ് ഉണ്ടാക്കി ഇവർക്ക് അവർ എന്താണ് ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ട് നിങ്ങളുടെ നാട്ടുകാരൊക്കെ കൊണ്ട് നടന്നിട്ടില്ലേ? അവരെയല്ലേ ഇതുണ്ട്, ഇവരും ഇതിൽ പങ്കാളിയാണ് എന്ന് കോടതി കണ്ടെത്തി അതിന് സഫിഷ്യൻ്റായിട്ടുണ്ട് എന്ന് കണ്ടു, തെളിവുണ്ട് കണ്ടിട്ട് ശിക്ഷിച്ചതല്ലേ. അപ്പോൾ സുപ്രീം കോടതിക്ക് എന്തായാലും കണ്ടുകൂടെ? അത് പറയാനുള്ള ന്യായങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അത് ശരി. അത് മുഴുവൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് വേറെ കൊണ്ടുപോയിട്ട് ഇതാക്കും. അതുകൊണ്ട് അത് പറയുന്നില്ല. മോഹനെ ഇതിൽ കണക്ട് ചെയ്യാവുന്ന തെളിവുകളുണ്ടെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. കാരണം അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞും എഴുതിയും കൊടുത്തിട്ടുള്ളതാണ്. ആ കാര്യത്തെ സംബന്ധിച്ച് ആ രീതിയിൽ കോടതി പരിഗണിച്ചിട്ടില്ല എന്നേ ഇപ്പോൾ ഞാൻ പറയുള്ളൂ. സാധാരണ നിലയ്ക്ക് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടാറില്ല, അങ്ങനെയാണ് പൊതുവെ ഉണ്ടാവാറ്. പക്ഷേ ചന്ദ്രശേഖരൻ്റെ കൊലപാതക കേസിൽ കേരളത്തിലുള്ള പൊതുജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായ ഒരു സംഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് വന്ന ഇപ്പോൾ പി ജയരാജനെ, CPMൻ്റെ നേതാവായിട്ടുള്ള പി ജയരാജനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറിയിട്ട് RSSകാർ ആക്രമിച്ചു എന്നുള്ള കേസുണ്ട്. പക്ഷേ ആ കേസ് ഹൈക്കോടതിയിൽ നിന്നില്ല. ഹൈക്കോടതി അത് തള്ളി. ഒരാളെ ഒഴിച്ച് ബാക്കിയുള്ള ആളുകളെ എല്ലാം സംശയകരമായ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ ഇവരെയൊക്കെ തന്നെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും പക്ഷേ ഒത്തുതീർപ്പിൻ്റെ ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ തന്നെ ഒത്തുതീർപ്പ് നടത്തിയിട്ട് പല പ്രതികളും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ജയകൃഷ്ണ മാഷ് വധക്കേസിലൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ പൊതുവെ അറിയാം.
എന്നാൽ TP കേസിൽ അത്തരത്തിലുള്ള ഒരു സംഗതി ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥ നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടില്ലേ? ഒരു രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരാൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അക്കാര്യവും കൂടെ പറയാൻ പറ്റും. ഇതിൽ ഒരുപാട് വിഷയങ്ങൾ ഒന്നിച്ച് ഒരു ചോദ്യത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയത് കൊണ്ട് പറയാൻ കുറേ ബുദ്ധിമുട്ടും. ഈ ഒത്തുതീർപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ അത് വേറെ പരിശോധിക്കേണ്ടത് കാര്യമാണ്. ഒരു പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയ്ക്ക് അത് ഞാൻ പറയണത് ശരിയല്ല. നിങ്ങൾ പറയുന്ന നേരത്ത് രണ്ട് തരത്തിലും ആവും. അത് പ്രോസിക്യൂട്ടറാണ് പറഞ്ഞതെന്നുള്ളത് ഒരു തരത്തിൽ വ്യാഖ്യാനിക്കും, ഇപ്പുറത്ത് തിരിഞ്ഞെടുത്ത് രാഷ്ട്രീയമുള്ള ആളാണ് പറഞ്ഞതെന്നുള്ളത് അങ്ങനെയും സൗകര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കും. അതുകൊണ്ട് അത്തരം കേസുകളിൽ ഒത്തുതീർപ്പുണ്ടായോ ഇല്ലയോ എന്ന് പറയാൻ ഇപ്പം ഞാൻ ആളല്ല. ഈ ഒരു ഇൻ്റർവ്യൂവിൽ അത് പറയണത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. പിന്നെ ഒന്ന് പ്രതികളെ കൊടുക്കുന്നു എന്നുള്ളത് അത് നമ്മുടെ നാട്ടിൽ ഒരു നാട്ടു നടപ്പല്ലേ. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളത്. അതെന്തിനാ അങ്ങനെ? അത് യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു ഏർപ്പാടാണത്. അങ്ങനെ വരുന്നേരത്ത് അതൊരു വലിയ ഒരു 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 മാനേജ്മെൻറ്റാണ് അതിൻ്റെ പിന്നിൽ നടക്കുന്നത്. പ്രതികളെ കിട്ടാതിരിക്കുന്ന നേരത്ത് താല്പര്യമുള്ള ആളുകൾ, തൽപര കക്ഷികൾ പോലീസുകാർ ബന്ധപ്പെടും. അവർ പറയും നിങ്ങൾ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്കറിയാം ആളാരാണെന്നൊക്കെ, സഹകരിക്കുക, ഞങ്ങൾ ഹാജരാക്കി തരാം, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട എന്ന് പറഞ്ഞ് അവരൊരു ലിസ്റ്റ് ഉണ്ടാക്കി പ്രതികളെ ഹാജരാക്കി കൊടുക്കും. പക്ഷേ പോലീസ് ചിലപ്പോൾ എഴുതി വെക്കുക, ഇവനിങ്ങനെ പോകുന്ന സമയത്ത് ഇന്നടത്ത് വെച്ച് പിടിച്ചു, കലുങ്കിൻ്റെ അടിയിൽ നിന്ന് പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം. എന്തായാലും ശരി, അങ്ങനെ പ്രതികളെ കൊടുക്കുന്നു. സാക്ഷികളെയും അവർ തന്നെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ വിചാരണ നടത്തിയേ വേണ്ടൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രതികൾക്ക് ജയിലിൽ പോകും, ജാമ്യം കിട്ടാതിരിക്കും. ഇതിനൊക്കെയുള്ള കാര്യങ്ങൾ ഇതിന് ഏർപ്പാട് ചെയ്യുന്നവർ അതിന് പരിഹാരം ചെയ്താൽ പോരെ, എന്താ സുഖം. അങ്ങനെയാണ് യഥാർത്ഥ ക്രിമിനലുകളെ വളർത്തി സംരക്ഷിച്ച് രാഷ്ട്രീയ പാർട്ടികൾ നിലനിർത്തുന്നത്. അതിനു വേണ്ടിയുള്ള കളികൾ നടക്കുന്നുണ്ട്. എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നാണ് നോക്കേണ്ടത്. ഈ രാമപിള്ളയും വിജയഭാനു അടക്കമുള്ള ഉന്നതരായിട്ടുള്ള ക്രിമിനൽ വക്കീലന്മാരാണ് ഹൈക്കോടതിയിൽ ഈ കേസ് കൈകാര്യം ചെയ്തത്. തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 20ഓളം അഡ്വക്കേറ്റ്സ്മാർ വളരെ കൃത്യമായി CPMൻ്റെ കാര്യങ്ങൾ അവിടെ അപ്പീൽ ചെയ്യുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് അണിനിരന്നിട്ടുണ്ട്. പക്ഷേ മറുഭാഗത്ത് ഹൈക്കോടതിയിൽ അത്തരം വാദത്തിൻ്റെയൊന്നും ഒരനുഭവജ്ഞാനം ഇല്ലാത്ത ഒരാൾ എന്നുള്ള നിലയിൽ നിങ്ങൾ ഈ കേസിൽ ഇടപെടുന്ന സമയത്ത് എന്താണ് തോന്നിയത്? എന്ത് തോന്നാനാണ്? പ്രോസിക്യൂഷന് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ തയ്യാറായി, അതിനവസരവും കിട്ടി കോടതിയിൽ. പിന്നെ ഹൈക്കോടതിയിൽ അതിൻ്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊരു പരിജ്ഞാനവും ട്രെയിനിങ്ങും ഒന്നുമില്ല. നമുക്ക് പറയാനുള്ളത് ഇവിടെ പറയാനുള്ളത് തന്നെയാണ് അവിടെയും പറയാനുള്ളത്. അത് വലിയ കോടതിയാണ്, നമ്മൾ ദിവസം പോകാത്തൊരു കോടതിയാണെന്ന് മാത്രം. ഇവിടുന്ന് ഞാൻ തലശ്ശേരി കോടതി പോയാൽ എങ്ങനെ ഇരിക്കും? അത് വേറൊരു കോടതിയാണ്, നമ്മൾ നിത്യം കാണുന്ന കോടതിയല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെയും നിയമം ഇതൊക്കെ തന്നെയാണ്, ഒരേ IPC CRPC തന്നെയാണ് അവിടെയും പരിഗണിക്കുന്നത്. തെളിവ് പരിശോധിക്കുന്നത് ഒരേ എവിഡൻസ് ആക്ട് വെച്ചിട്ടാണ്. പിന്നെ പുതിയ മുഖങ്ങളാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് പറയുന്നതിൽ സങ്കോചമില്ല എന്ന് വെച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ എത്ര ആളുണ്ടായിച്ചാലും രാമപിള്ളയും വിജയഭാനും ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല വക്കീലന്മാരാണ്, പ്രഗത്ഭരായ വക്കീലന്മാരാണ്, നമ്മൾ സുഹൃത്ത് ബന്ധമുള്ള ആൾക്കാരാണ്. കോടതിയിൽ വരുമ്പോൾ നമ്മൾ രണ്ട് ഭാഗത്ത് തന്നെ നിന്നിട്ട് അവിടെ പിന്നെ ലോകിയല്ലല്ലോ, നമ്മൾ പറയാനുള്ളത് പറയും, അവർക്ക് പറയാനുള്ളത്. കാരണം അത് ധർമ്മമാണ് അവരുടെയും ഏത് വക്കീലിൻ്റെയും. അവർ വക്കാലത്തെടുത്തിലുള്ള കക്ഷിക്ക് വേണ്ടി നിയമത്തിൻ്റെ എല്ലാ ഇഴയും കീറി പരിശോധിച്ച് അവർക്ക് നീതി നേടിക്കൊടുക്കുക എന്നുള്ളത് അവരുടെ നീതി. അത് നേടിക്കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം. അതവർ ചെയ്യുന്നു, അവർ ആകാവുന്ന രീതിയിൽ അവർ ചെയ്യുന്നു. ഇപ്പുറത്തോ സ്റ്റേറ്റ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം ഇവർ കുറ്റക്കാരാണെന്ന് സ്ഥാപിക്കുക, അവർക്ക് പരമാവധി ശിക്ഷ നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക.
അതിന് വേണ്ടിയിട്ട് വിട്ടുവീഴ്ചയില്ലാതെ ഞാനും ചെയ്യും. അതല്ലാതെ വെല്ലുവിളി എന്ന് പറയാൻ വേറൊന്നും ഉണ്ടായിട്ട് എനിക്കൊരു വെല്ലുവിളിയായിട്ടും തോന്നിയില്ല. അതാണ് കാര്യം. ഇനി TP ചന്ദ്രശേഖരനുമായിട്ട് ഏറെ വ്യക്തിപരമായിട്ടുള്ള ബന്ധം ഉള്ള ഒരടുപ്പം ഉള്ള ഒരാൾ എന്നുള്ള നിലയിൽ ഈ കേസ് കൈകാര്യം ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരുപാട് വികാരവിക്ഷോഭമായിട്ടുള്ള രംഗങ്ങളിലൂടെ അങ്ങ് ചിലപ്പോൾ കടന്നുപോയിട്ടുണ്ടാകും. അപ്പോൾ അത്തരം ഒരു അനുഭവം എന്താണ് പറയാനുള്ളത്? അതല്ല, അതിൽ വികാരവിക്ഷുബ്ധമായിട്ടുള്ള അന്തരീക്ഷം എന്നൊന്നും പറയാനില്ല. പിന്നെ ചന്ദ്രശേഖരൻ എൻ്റെ സുഹൃത്തായിരുന്നു എന്നുള്ളത് മറച്ചു വെക്കേണ്ട കാര്യമല്ല. പിന്നെ ചന്ദ്രശേഖരൻ്റെ സുഹൃത്ത് ആയതുകൊണ്ട് കൂടി ഈ കേസിൽ എന്നെ പ്രോസിക്യൂട്ടറായിട്ട് വെക്കണമെന്ന് രമയാണ് ആവശ്യപ്പെട്ടത്. അല്ലാതെ വേറെ ആരും കൂട്ടം കൂടിയിരുന്ന് തീരുമാനിച്ച് വന്നല്ല. രമയ്ക്ക് അങ്ങനെ ഒരു ഇര എന്നുള്ള നിലക്ക് അവർക്കൊരു അവകാശമുണ്ട്. അവർക്ക് തൃപ്തിപ്പെടുന്ന ഒരാൾ കേസ് കൈകാര്യം ചെയ്യണം എന്ന് അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് വെക്കാൻ ആവശ്യപ്പെട്ടാൽ എക്സിക്യൂട്ടീവ് അത് ചെയ്തു കൊടുക്കാറുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് എന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവരെന്നിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുക? ഒരു തരത്തിലും ഒരു തരി പ്രോസിക്യൂഷൻ അനുകൂലമായിട്ടുണ്ടെങ്കിൽ അത് വിട്ടുപോകാതെ സത്യസന്ധമായി ആത്മാർത്ഥമായി അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അവരെന്നിൽ നിന്ന് അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നിലക്ക് അത് ചെയ്യാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഒന്നും വിട്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാവാം, നമ്മൾ മനുഷ്യന്മാരല്ലേ, ഒരിക്കലും പൂർണ്ണരാണെന്ന് പറയാൻ പറ്റുമല്ലോ. പോരായ്മയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അത് നമ്മുടെ വ്യക്തിപരമായുള്ള പോരായ്മയായിട്ടോ എന്ത് വേണമെങ്കിലും കണക്കൂട്ടാം. അതൊന്നും എനിക്കതിലൊരു വിഷയമല്ല. പക്ഷെ അതിന് എന്താണോ നമ്മൾ ആ സിൻസിയറിറ്റി എന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ കമ്മിറ്റ്മെൻ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന കാര്യമുണ്ടല്ലോ, ആ പ്രതിബദ്ധത, അതിന് ആർക്കും എന്നെ മറികടക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. ഇനി അതിന് പറ്റിയ വേറൊരാൾ ഉണ്ടാവുമെന്നും എനിക്ക് തോന്നുന്നില്ല. അത് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ ഏറ്റെടുത്ത ഏത് കാര്യത്തിലും. അത് പിന്നെ ചന്ദ്രശേഖരൻ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു എന്നുള്ളത് കൊണ്ട് ഓഫ് കോഴ്സ് അതിൻ്റെ ഒരിതുണ്ട്. പക്ഷേ അതല്ല അവിടെ മുഴച്ചു നിന്നത്. ഞാൻ നിയമത്തിൻ്റെയും തെളിവിൻ്റെയും കാര്യം തന്നെയാണ് പറഞ്ഞത്. പിന്നെ അത് പറയുമ്പോൾ മനസ്സിൽ തട്ടാത്ത, നാവിൽ നിന്നും ചുണ്ടിൽ നിന്നും വരുന്ന വാക്കുകളായിരുന്നില്ല എൻ്റെത്. അത് കുറച്ചുകൂടി അടിയിൽ നിന്ന് വന്നത് ആയിരുന്നു. വക്കീൽ കോട്ട് അണിഞ്ഞിട്ട് 50 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ 50 വർഷം പൂർത്തീകരിക്കുന്ന സമയത്ത് കേരളവും ലോകവും ആകെ ഉറ്റുനോക്കിയ ഒരു കേസ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല, ഈ അങ്ങേയറ്റം ചാരിതാർത്ഥ്യത്തോടു കൂടിയാണോ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്? അല്പമെങ്കിലും കുറച്ചുകൂടെ ചെയ്യാമായിരുന്നു എന്നുള്ള എന്തെങ്കിലും തോന്നലുകളും ഉണ്ടോ? ഒരാളെ അടിക്കാൻ പോകുമ്പോൾ ഞാൻ അടിച്ച് തന്നെ പോരും, ഇങ്ങോട്ട് കിട്ടൂല എന്നുള്ള തോന്നലിൽ പോകാറില്ല. അത് ഇങ്ങോട്ടും കിട്ടുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ പോവുള്ളൂ. കോടതിയിൽ പോകുമ്പോൾ നമുക്കറിയാം, നമുക്കത് ഒരു ഗ്യാരണ്ടിയും ഇല്ലല്ലോ ഒരു കാര്യത്തിനും. കോടതി തെളിവ് പരിശോധിക്കുമ്പോൾ അതിൽ കുറേ സബ്ജക്റ്റീവായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, വ്യക്തിനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തെ വിശദീകരിക്കുന്ന നേരത്ത് നിങ്ങൾ അതിനെ വിലയിരുത്തുന്നതും വേറൊരു വ്യക്തി വിലയിരുത്തുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ആ എലിമെൻ്റ് എല്ലായിടത്തും ഉണ്ട്, ആർക്കും നിഷേധിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. തെളിവ് ഇപ്പം ഞാൻ പറയട്ടെ, ഒരു സെറ്റ് ഓഫ് ഫാക്ട്സ്, വസ്തുതകൾ എത്തിവെച്ചു, അത് ഒരു ജഡ്ജ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിയമത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് സുപ്രീം കോടതി വിധികളുടെ പശ്ചാത്തലത്തിൽ ഈ തെളിവ് ഇങ്ങനെ വന്നാൽ ഇങ്ങനെ എടുക്കാൻ പാടില്ല, ഇതിങ്ങനെ ആയിരിക്കേണ്ടതാണ്, ഇങ്ങനെ വന്നില്ല, അതുകൊണ്ട് ഇത് എടുക്കാൻ പറ്റില്ല, അങ്ങനെ ഓരോ ഭാഗവും ഇത് വിശ്വസിക്കാൻ പറ്റില്ല, വിശ്വസിക്കാൻ പറ്റുന്ന കളവാണെന്നല്ല കോടതി പറയാം, നോട്ട് അക്കോർഡിംഗ് ടു ലോ, അത് പൂർണ്ണമായിട്ടില്ല, പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റില്ല, നിഗമനത്തിലെത്താം, ഇൻഫറൻസ് ഉണ്ടാകാം, പക്ഷേ ഇൻഫറൻസ് പോരാ, തെളിവാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തള്ളിക്കളയാവുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ കേസുകൾ എത്രയോ പോയി പോകുന്നുണ്ട്. ചിലപ്പോൾ ഇതേ സെറ്റ് ഓഫ് ഫാക്ട്സ് എന്ന് വെച്ചിട്ട് വേറൊരാൾ പരിശോധിക്കുമ്പം അത് ഇന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് അത് എടുത്തുകൂടാ, വിശ്വസിച്ചുകൂടാ, അത് വിശ്വസിക്കാവുന്നതാണല്ലോ. അങ്ങനെ ചിന്തിക്കുന്ന ഒരു മെൻ്റൽ ഓപ്പറേഷൻ അതിൽ നടക്കുന്നുണ്ട്. അതാണ് ജഡ്ജസിൻ്റെ
പ്രവൃത്തി. അത് സത്യസന്ധമായി ബാലൻസ്ഡായി ഒരു ഭാഗത്തേക്കും ചായാതെ നിയമത്തിനനുസരിച്ചിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ജഡ്ജിമാരുടെ മഹനീയമായിട്ടുള്ള കടമ. ഇത് വരുന്ന നേരത്ത് നമുക്ക് ജയിക്കുന്നു പൂർണ്ണമായിട്ടും വിശ്വസിച്ച് അത് മാത്രമേ നടക്കൂ എന്ന് പറഞ്ഞൊരു കോടതി പോകാൻ പറ്റുമോ? അതില്ല. പ്രതീക്ഷിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ മോശത്തരാണെന്ന് അറിയില്ല. വി ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് എക്സ്പെക്ട് ദ വേസ്റ്റ്. ഏറ്റവും അപകടകരമായിട്ടുള്ളത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചാൽ എന്താ, കേസ് മുഴുവൻ വിട്ടുപോകും. അതിന് മാനസികമായി നമ്മൾ തയ്യാറെടുക്കും. അത്രയേ ഉള്ളൂ. ഇനി അവസാന ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് രമ ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. കോടതി അത് ഇതുവരെ പരിഗണനയ്ക്ക് എടുത്തിട്ടും ഇല്ല. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കുമാരൻകുട്ടി വക്കീൽ അടക്കമുള്ള ആളുകൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും മറ്റാളുകളെയും എല്ലാം കാണാൻ ഒക്കെയുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് CBI ഈ കേസ് ഏറ്റെടുക്കുന്നതിൽ എന്തെങ്കിലും മറ്റേതെങ്കിലും നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടോ? ഒരു നിയമജ്ഞൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് അതിൽ എന്താണ് ഒരു അഭിപ്രായം? അല്ല, നിയമപരമായിട്ട് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഹർജി മുന്നോട്ട് കൊണ്ടുപോകാൻ പറയില്ലല്ലോ. നിയമപരമായിട്ട് തടസ്സമൊന്നുമില്ല. എല്ലാത്തിനെയും നിയമപരമായിട്ടുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് തടയിടപ്പെടുന്നു എന്നുള്ളതാണ് സംസ്ഥാനം. നാട്ടിൽ പല അതിഗംഭീരമായിട്ടുള്ള സ്കാമുകളും ആരോപണങ്ങളൊക്കെ നടക്കുന്നതെന്ന് കണ്ടില്ലേ? ഇതാ കള്ളം ചെയ്തിരിക്കുന്നു, പിടിക്കപ്പെടുന്നു എന്ന് പറയുന്ന നേരത്ത് അയ്യോ ഇതെന്ത് കഥയാണ്, ഒന്നുമില്ലാതെ നമ്മളെ പേരിൽ ഇത് വരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കോടതിയെ സമീപിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇവിടെയും അത് തന്നെയാണ് സ്ഥിതി. അല്ലാതെ CBI അന്വേഷണം നടത്തിയാൽ ഒന്നും കിട്ടൂല എന്ന് വിചാരിച്ചിട്ടല്ല, അത് വരരുത് എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട്. സ്വാഭാവികമായും ഇത് എളുപ്പത്തിൽ അങ്ങനെ CBI അന്വേഷണം ഓർഡറായി കിട്ടുന്നില്ല. അതിനുള്ള സ്റ്റിഫായിട്ടുള്ള ഓപ്പോസിഷൻ ഉണ്ടാകും. പക്ഷെ അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ കേരള ഗവൺമെൻറ് ഓർഡർ ഇട്ട് നോട്ടിഫിക്കേഷൻ അയച്ചല്ലേ ഇതിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടതാണ്. അതെ, നോട്ടിഫിക്കേഷൻ ഉണ്ട്. അത് എന്ന് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്നറിയാം, ഞാൻ കണ്ടു ഇവിടുത്തെ CBIയുടെ ചെന്നൈ ഓഫീസിൽ നിന്നൊരു കത്ത്, ഞങ്ങൾക്കിവിടെ വളരെ തിരക്കുള്ള കുറേ ഇതുകളുള്ളതുകൊണ്ട് ഈ സമയത്ത് അന്വേഷണം ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുള്ളൊരു കത്ത്. ആരയപ്പിച്ചതാണെന്നൊന്നും അറിയില്ല. കേരള ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഇറക്കിയതാണ്. അതങ്ങനെ പല കഥകളുണ്ടാവും. അത് അന്വേഷിച്ചെത്തേണ്ട കാര്യമാണ്. എന്തായാലും നിയമപരമായുള്ളൊരു തടസ്സവും അതിനില്ല. അത് അന്വേഷണത്തിൻ്റെ ഹർജിയായിട്ട് മുന്നോട്ട് പോകട്ടെ. അല്ലാതെ രാഷ്ട്രീയമായ മേൽത്തട്ടിൽ ഉള്ള കൊടുക്കൽ വാങ്ങൽ ക്രിയയിൽ മുങ്ങിപ്പോയതാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ? രാഷ്ട്രീയമായിട്ടാണോ എന്ന് പറഞ്ഞാൽ ആ മുങ്ങലല്ല, അത് മുക്കിപ്പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയമാണോ അല്ലയോ, അത് മുക്കിപ്പോയതല്ലേ. അല്ലാതെ അതിനുശേഷവും CBI എത്രയോ കേസുകൾ ഏറ്റെടുത്തില്ലേ. കൃത്യാന്തര ബാഹുല്യം ചൂണ്ടിക്കാണിക്കുന്ന CBIക്ക് പിന്നീട് വന്നുള്ള ഈ 10 കൊല്ലത്തിനിടയിൽ എത്ര കേസുകൾ അവർ ഏറ്റെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അല്ലാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പണി വേറെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഈ ഒരു ഏജൻസിക്ക് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റുമോ? അതൊക്കെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതോ പറയിപ്പിച്ചതോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിയിട്ട് പിന്നെ പറയാം. അല്ല, അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയിൽ എന്തുകൊണ്ടായിരിക്കാം ഇത് ഇത്രയും കാലമായിട്ട് ഈ കേസ് വളരെ പെൻഡിങ് കേസായിട്ട് നിൽക്കുന്നത്? അത് എന്തുകൊണ്ട് മൂവ് ചെയ്യുന്നില്ല? അങ്ങനെ മൂവ് ചെയ്യാതിരിക്കുന്ന സമയത്ത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഇനിയിപ്പം വേറെ നിലക്ക് ഇടപെടാൻ ഇല്ല, പക്ഷേ ഈ കേസ് മൂവ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൂടെ? അത് പ്രോസിക്യൂഷൻ അല്ല കൊടുത്തത്. വ്യത്യാസം മനസ്സിലാക്കാം. അത് പ്രോസിക്യൂഷൻ അല്ല, സ്റ്റേറ്റ് അല്ല കൊടുത്തിട്ടുള്ളത്. സ്റ്റേറ്റിന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അന്വേഷണം മോശമാണ് എന്ന് പറയാൻ പറ്റുമോ? ഒരു പരിമിതി മനസ്സിലാക്കണം. അതിൻ്റെ രണ്ട് സ്റ്റെപ്പാണ്. അതെ, സ്റ്റേറ്റ് അതിൻ്റെ അന്വേഷണ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നു. സ്റ്റേറ്റ് പറയണ്ടേ ഞങ്ങൾ പോരായ്മ, ഞങ്ങൾ അന്വേഷിച്ചില്ല, ഞങ്ങൾക്ക് വീഴ്ച പറ്റി എന്ന് സ്റ്റേറ്റ് പറയുമോ? നിങ്ങളിതിന് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഭരണകൂടത്തെയും അല്ലെങ്കിൽ ഭരണകൂടമല്ല ഭരിക്കുന്ന ഗവൺമെൻറ്റിനെയും അധികാരത്തിലുള്ള ഗവൺമെൻറ്റിനെ വേറെ തന്നെ കാണണം. അതെ. അപ്പോൾ പോലീസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷന് പോകാൻ പറ്റില്ല. അത് പറയേണ്ടവർ പറയണം പുറത്തുനിന്ന്. അതൊരു പറഞ്ഞോട്ടെ, ഞാനിപ്പോൾ പ്രോസിക്യൂട്ടറാ. TP ചന്ദ്രശേഖരൻ്റെ വധഗൂഢാലോചനയിലേക്ക്
എത്തിയ സാഹചര്യങ്ങൾ, ഈ കേസിൻ്റെ നാൾവഴികൾ, പ്രത്യേകതകൾ, സാക്ഷികളുടെ കൂറുമാറ്റം, അതിനെയെല്ലാം എങ്ങനെ പ്രോസിക്യൂഷൻ അതിജീവിച്ചു, ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി സംസാരിച്ച കുമാരൻകുട്ടി വക്കീലിന് കേരളീയത്തിൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു.